ടു ശശി യൂട്യൂബ് ചാനൽ. സുഖമാണ് വിചാരിക്കുന്നത്, എനിക്ക് സുഖാട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആസ്മി ക്വസ്റ്റ്യൻസ് Q&A. അപ്പോൾ ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ എഴുതി എടുത്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു, ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. എത്ര പെട്ടെന്നാൽ 1 month കഴിഞ്ഞ് സ്കൂൾ തുറക്കാനായി. ഇനിയൊരു 1 month കൂടി ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ റിയൽ നെയിം മീൻസ് എൻ്റെ ശരിക്കത്തെ നെയിമാണ് ചോദിച്ചത്. എൻ്റെ ശരിക്കത്തെ നെയിം അജ്വ ഫാത്തിമ അജ്മൽ എന്നാണ്. എൻ്റെ വീട്ടിൽ ഇഷ എന്നാട്ടോ വിളിക്കുക. അതേപോലെ ഒരു അനിയത്തിയുണ്ട് ഐഷുവിനെ വീട്ടിൽ ഐഷു എന്നാണ് വിളിക്കുക. ഒറിജിനൽ നെയിം അജ്വ ഫാത്തിമ അജ്മൽ, അജ്വ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ ഏജ്. എനിക്ക് ഇപ്പം എനിക്ക് 11 വയസ്സാണ്, മീൻസ് 11. ഇനി ഈ ഓഗസ്റ്റ് 13 വരുമ്പോൾ 13 വരുമ്പോൾ എനിക്ക് 12 വയസ്സാവും. നെക്സ്റ്റ് എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 6th ഇപ്പം 5th. വെക്കേഷന് കഴിഞ്ഞ് തുറന്നാൽ ഞാൻ 6th ഇൻസ്റ്റ ID പ്ലീസ്. എൻ്റെ പണ്ടത്തെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ബാനായിപ്പോയി. അപ്പം പുതിയ ഒന്നും കൂടി ഞാൻ തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട്. ആ ഇൻസ്റ്റേൻ്റെ പേര് isha.ajwa എന്നാണ്. അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ സഫീർ സെൻട്രൽ സ്കൂളിലാണ് ഒളവണ്ണ. ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യണേ? ഞാൻ ആപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റ എഡിറ്റ് ഉണ്ട്, അതിൽ ചെയ്യാറുണ്ട്. ക്യാപ് കട്ട്, ഇൻഷോട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അധികം യൂട്യൂബ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണത് ഇൻഷോട്ടിലാണ്. ഇൻസ്റ്റയിൽ ഞാൻ ഇൻസ്റ്റ എഡിറ്റിലും ക്യാപ് കട്ടിലും എഡിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് എന്താ പറ്റിയേ? അപ്പോൾ ഞാനിത് ഇൻസ്റ്റയിൽ ഇടണം വിചാരിച്ചതിനും എൻ്റെ അക്കൗണ്ട് ബാനായിപ്പോയി. എന്താ സംഭവം എന്നറിയില്ല. റിപ്പോർട്ടല്ല എന്നാണ് കാണിക്കണേ. എനിക്കെന്തോ പണിഷ്മെൻ്റ് എന്തോ തന്നാണ്. ഞാനെന്തോ ഇൻസ്റ്റാഗ്രാമിന് ഇടാൻ പറ്റാത്തെന്തോ വീഡിയോ ഇട്ട് അറിയില്ല എന്താ സംഭവം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റ എടുത്ത് നോക്കിയപ്പോൾ അക്കൗണ്ട് കാണില്ല, ഡീആക്ടിവേറ്റ് ആയിപ്പോയി. കുറേ നോക്കിയിട്ടോ, പപ്പ അപ്പീൽ ചെയ്ത് നോക്കി, ലോഗിനൊക്കെ ചെയ്ത് നോക്കി, ഒന്നും കഴിയുന്നില്ല. പിന്നെ നമ്മൾ കുറേ ഇൻസ്റ്റാഗ്രാമിനെ പറ്റി കുറേ അറിയുന്ന ആൾക്കാർ, അവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചെറിയ ചെറിയ ട്രിക്സൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ചിലവരൊക്കെ പറയുന്നത് ഒരു 6th month 8th month ഒക്കെ കഴിഞ്ഞാൽ അക്കൗണ്ട് തിരിച്ചു കിട്ടുമെന്നാണ്. എന്താ അറിയില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പം എൻ്റെ വീട്ടിലുള്ളത് ഞാൻ ഐഷു, ഇമ്മ, പപ്പ, ഇമ്മി. പിന്നെ എൻ്റെ ഉപ്പക്ക് 2 അനിയത്തിമാരാണ്. ഒരാളിപ്പോൾ ബാംഗ്ലൂരിൽ ഹോസ്റ്റലിൽ പഠിക്കുക, ഒരാൾ കല്യാണം കഴിഞ്ഞ് എൻ്റെ കസിനായിട്ട് വരും. പിന്നെ ആപ്പ ഇപ്പോൾ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഷൻ്റെ ഫ്രണ്ട്സുകളുടെ പേര്. എൻ്റെ ഫ്രണ്ട്സുകളെ പേര് വെച്ചിട്ട് സ്കൂൾ മദ്രസയിലൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. സ്കൂളിൽ സിഗ്മ ഗേൾസ് പറഞ്ഞിട്ട് ടീമുണ്ട്. അതിൽ ഹൈറിന്, ഞാൻ, ഫിൽസ, മെഹറിന്, ജബ, നമ്മൾ 5 ആൾക്കാരാണ്. പിന്നെ തള്ളിപ്പൊളി ടീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ബോയ്സും ഗേൾസും ഉണ്ട്. ഞാൻ ഫിൽസ, മെഹറിന്, നമ്മൾ 3 ഗേൾസും. പിന്നെ ഒവൈസ്, ഷെയ്ഹാൻ, ജാമിൽ, റൈസ്, നമ്മൾ 8 ആൾക്കാരാണ് തള്ളിപ്പൊളിയിലുള്ളത് കേട്ടോ. നമ്മൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, പിന്നെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സായി. പിന്നെന്താ ഗൈസ്, പിന്നെ മദ്രസത്തെ ഫ്രണ്ട്സ്. മദ്രസയിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ബട്ട് എൻ്റെ ഫേവറേറ്റായ കുറച്ച് ആൾക്കാരുണ്ട്. ജിയ, ജബി, അൻഹ. നമ്മൾ 4 ആൾക്കാരൊരു ടീമേനു. TM ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം.
പിന്നെ വേറൊരു ഇതുണ്ട് കേട്ടോ, മദ്രസയിൽ തന്നെ ബ്ലൂമിങ് ബ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ തെൻഹ, ലിയ, ഷിഫ, റിസ, ഹാജറ, അങ്ങനെയൊക്കെ കുറച്ച് നമ്മളുണ്ട്. നമ്മൾ 4 ആൾക്കാരുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ബ്യൂട്ടി ടിപ്സ് എന്താ ഇഷ? ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ അധികം അങ്ങനെ ഒന്നും ഇടാറില്ല. എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇട്ടീനു, അതാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷനും കുറച്ച് ബ്ലഷും അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളൂ. ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ വെച്ചാൽ ആരെങ്കിലുമൊക്കെ എടുത്ത് ഉള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ, മീൻസ് എടുത്ത കുടുംബമൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് തൈരിടും. പിന്നെന്താ, കടലപ്പൊടിയില്ലേ അതിൽ പാലൊക്കെ ഒഴിച്ചിട്ടൊക്കെ ആക്കുക. പിന്നെ പെരുന്നാൾ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ജുഡിയോയിൽ പോയിട്ട് ഷീറ്റ് മാസ്ക് അങ്ങനത്തെ സംഭവമൊക്കെ വാങ്ങിയിട്ടിട്ട് കേട്ടോ. ആയിഷു എത്രയിലാണ് പഠിക്കണേ? ആയിഷു ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ്. ആയിഷു പഠിച്ചത് നമ്മളെ ബസാറിലുള്ള പാലക്കുളം അവിടെയുള്ള പാലക്കുളം നേഴ്സറി സ്കൂളാണ്. ഇനി നെക്സ്റ്റ് സഫയറിലേക്കാട്ടോ, എൻ്റെ കൂടാണ്. ഓക്കെ, നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വീട് എവിടെ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ പറയുക, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറേ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറേ Q&A ചോദിച്ച ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഓരോ വീഡിയോസിന് കമൻറ്റ് ബോക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വീട് കാലിക്കറ്റ് റഹ്മാൻ ബസാർ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? എൻ്റെ ഫേവറേറ്റ് ഫുഡ് മന്തിയാണ്. അപ്പം മന്തി ലവറൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. മന്തി ലവേഴ്സ് കമൻറ്റ് ബിലോ. ഞാനൊരു മന്തി ലവറാണ് ഗൈസ്. മന്തി കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണ്ട. മന്തി, ബിരിയാണി. പക്ഷേ ബിരിയാണിനെക്കാട്ടും ഇഷ്ടം ഒന്നും കൂടി മന്തിയാണ്. എനിക്ക് മന്തിനോട് ഭയങ്കര ക്രേസാട്ടോ, ക്രേസ്. ഓക്കെ, നെക്സ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ടു ഗോ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക, എനിക്കെല്ലാം ആഗ്രഹമുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ്. അവിടെയൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. ഫേവറേറ്റ് പ്ലേസുമാണ്. അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും. കേശു നിന്റെ കള്ളക്കണ്ണി നേരെ കുളിരായി. അതിട്ടപ്പോൾ കസിൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കസിൻസ് അല്ല, നമ്മൾ ഫ്രണ്ട്സാണ്. നമ്മൾ മദ്രസ ഫ്രണ്ട്സാണ്. നമ്മളൊക്കെ വീട് എടുത്തെടുത്തട്ടോ. ഒരാളും കൂടി ഉണ്ടായിരുന്നു, അവൾ വീട് കുറച്ച് അങ്ങോട്ടേക്കാണ്. എൻ്റെ ഓൾ ഇടയ്ക്കിടയ്ക്ക് വരലുള്ളൂ. ഒരാളുടെ പേര് ജിയാം, ഒരാളുടെ പേര് ജിയ എന്നാണ്. ഒരാളുടെ പേര് ജിയ, ഒരാളുടെ പേര് ജെബി. ഒരു വീട് തന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ഒരു വീട് കാണാൻ കഴിയും. അപ്പോൾ ഓരും ഞാനും കൂടി ഇങ്ങനെ റീൽസ് എടുക്കട്ടെ. അപ്പോൾ കസിൻസ് ആണെന്ന് വെച്ചാൽ നമ്മൾ കസിൻസ് അല്ല, നമ്മൾ മദ്രസ ഫ്രണ്ട്സ് എന്ന് പറയാം, നൈബേഴ്സ് ഫ്രണ്ട്സ് എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയാണ്. റീൽ ആൻഡ് വീഡിയോസ് എടുക്കാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന സമയത്ത് എടുക്കും കേട്ടോ. എനിക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് അപ്പം ഞാൻ എടുക്കും. അല്ലാത്തപ്പോൾ എനിക്ക് വൈകുന്നേരം മദ്രസ ഉണ്ടാവും. അപ്പോൾ ഞാൻ വേഗം സ്കൂൾ വിട്ട് വന്നിട്ട് വേഗം ഫ്രഷായിട്ട് ഞാൻ എന്ത് ചെയ്യും, വേഗം റീൽസ് എടുത്തിട്ട് മദ്രസയിലേക്ക് മാറ്റും. അങ്ങനെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാത്രി ട്രൈപ്പോഡൊക്കെ വെച്ച് ലൈറ്റ് സെറ്റാക്കിയിട്ട് രാത്രി മദ്രസ വിട്ട് വന്നിട്ട് എടുക്കാറുണ്ട്. ഐഷു ഫ്രണ്ട്സ് നെയിം എന്താ? ഐഷുവിന് കൂടെ കൂട്ടിയ 4 ഫ്രണ്ട്സാണ്. സഹറ, അജ്വ, ഐസ കേട്ടോ. ഐസ. ഒരു 4 ആൾക്കാരും ഭയങ്കര ഫ്രണ്ട്സാണ്. ഐഷുവിന് ഒരു 3 ആൾക്കാരും ഒരു സ്കൂളാണ്. ഐഷുവിന് സഫയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഐഷുവിന് ഇനി അവരെ കാണാനൊന്നിനും കഴിയൂല. അപ്പോൾ ഐഷൻ്റെ സങ്കടത്തിൽ ഐഷു ഭയങ്കര കരച്ചിലായിരുന്നു. മീൻസ് ലാസ്റ്റ് ഡേ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവളെ ഫ്രണ്ട്സിലെ കാണാൻ കഴിയില്ല. പക്ഷെ ഓൾക്ക് പ്രശ്നമില്ല. എന്താ വെച്ചാൽ
എല്ലാവരും വീട് ഇവിടെ അടുത്തടുത്താണ്. ഞാൻ എന്തിനാ എൻ്റെ ഗ്ലാസ് വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ലോങ് സൈറ്റ് ഇല്ല കേട്ടോ, തീരെ ലോങ് സൈറ്റ് ഇല്ല. പക്ഷെ ബോർഡുമേലൊക്കെ എഴുതിയ കാണും, പക്ഷെ എനിക്ക് നല്ലോണം ക്ലിയർ ആയിട്ട് കാണില്ല. എനിക്കിങ്ങനെ ഒരു ബ്രറായിട്ടാണ് കാണുക. അധികം ബ്രറല്ല, ഒരു മീഡിയം ബ്രറായിട്ടാണ് എനിക്ക് കാണുക. എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കാണൂല. അതിനോണ്ടാണ് ഞാൻ വെച്ച പവർ ഉള്ളതാട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എന്തിനാ ഗ്ലാസ് വെച്ചിട്ട്. ലോങ് സൈറ്റിന്റെ പ്രശ്നമാണ്. എനിക്ക് എത്ര സിബ്ലിങ്സ് ഉണ്ട്? എനിക്ക് ഒരു സിബ്ലിങ്സേ ഉള്ളൂ, ഐഷു കേട്ടോ. ഐഷുവിന് 7 വയസ്സാണ്. 7 വയസ്സായില്ല, സെപ്റ്റംബറിലാവട്ടോ. ഞാനാണ് യങ് സിബ്ലിങ്. നെക്സ്റ്റ്, സ്കൂൾ മദ്രസയിൽ എത്രയാണ് പഠിക്കുന്നത്? ഞാൻ 6th സ്കൂളിൽ നിന്ന് 6th, മദ്രസയിൽ ഇപ്പോൾ 6th. ഐഷു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുമാണ്. വാട്ട് ഈസ് ദി റീസൺ ടു സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ? റീസൺ ഒന്നുമില്ല, എനിക്ക് ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യൂട്യൂബ് ചാനല്, വീഡിയോ വ്ളോഗ്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ അമ്മേൻ്റെ ഒക്കെ ഫോൺ വാങ്ങിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ഇതിപ്പോൾ വിചാരിക്കും ഇത് ലിപ്സ് അങ്ങനെ ഞാൻ എടുക്കുന്നതാട്ടോ പറയുന്നത്. ചെറുപ്പത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബ് ചാനൽ ഗൈസ്, ഇതാണ് എൻ്റെ ഗൈസ്, ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് കാണിച്ചിട്ട് ഇത് അതൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചിട്ട് ഗൈസ് നല്ല ഷെയ്ഡാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കേ. അങ്ങനെ ഒരു പെരുന്നാളിൻ്റെ അന്നാണ്, ചെറിയ പെരുന്നാളിൻ്റെ അന്നാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റായിട്ട് വ്ളോഗ് ഇട്ടത്. അടുത്ത, വയനാടാണോ ചോദിക്കുന്നത്? ഞാൻ വയനാടല്ല കേട്ടോ ഗൈസ്. നമ്മളൊക്കെ കോഴിക്കോട് അല്ല, എന്താ പറയാ കോഴിക്കോട്ടോരോ എന്താ പറയലേ, കോഴിക്കോടിലാണ് നമ്മളെ വീട്. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. ഹോം ടൂർ ചെയ്യോ? ആരെ എഡിറ്റ് ചെയ്യണം? അതിൻ്റെ ഇടയിൽ ആരെ എഡിറ്റ് ചെയ്യുന്ന? യൂട്യൂബിലുള്ള വീഡിയോസ് എനിക്ക് മടിയാണ്, എന്നോട് ഉമ്മാണ് എഡിറ്റ് ചെയ്യല്. എന്താ വെച്ചാൽ ലോങ് വീഡിയോ അല്ലേ, അപ്പോൾ ഉമ്മാണ് യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോസൊക്കെ ഉമ്മാണ് എഡിറ്റ് ചെയ്യല്. ഇൻസ്റ്റയിൽ ഇങ്ങനെ ട്രാൻസിഷന് അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ തന്നെ എഡിറ്റ് ആപ്പിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്യും. പിന്നെ ഹോം ടൂർ ചെയ്യോ ചോദിക്കുന്നത്? എന്തായാലും ഹോം ടൂർ, ഡേ മൈ ലൈഫൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ എന്തായാലും ചെയ്യാം. നീയും ഐഷും സെയിം സ്കൂളാണ്? ഇനി സെയിം സ്കൂളിലേക്കാണ്. ഇപ്പം നമ്മൾ സെയിം സ്കൂളിലല്ല, ഇനി വെക്കേഷൻ കഴിഞ്ഞ നമ്മൾ രണ്ടും സെയിം സ്കൂളാണ് കേട്ടോ. എൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ഫാമിലി 4 ആൾക്കാരാണ്. ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ഫാമിലി പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ 4 ആൾക്കാരാണ്: ഇപ്പ, ഇമ്മ, ഞാൻ, ഐഷു. സെറ്റല്ലേ? Month of your YouTube channel launched? 3 years or 4 years ആയി. I think 4 years. എൻ്റെ ഇപ്പം കീപ്പ് 4 years ആയി. എൻ്റെ 6th എനിക്ക് 6 വയസ്സോ 7 വയസ്സോ ആകുമ്പോഴാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കിയത്. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ക്രേസ്, അത് ആർക്കാണെങ്കിൽ ആ ക്രേസ് ഉണ്ടാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെയൊക്കെ കേട്ടോ. ഇതിനിടയിൽ ഞാനൊന്ന് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ. പിന്നെ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. യുവർ മദർ നെയിം? എൻ്റെ അമ്മേൻ്റെ പേര് ഷഫ്ന എന്നാണ്, ഷഫ്ന. വാട്ട് ഈസ് ഐഷുസ് ഫുൾ നെയിം? അസ്വ ഫാത്തിമ അജ്മൽ. വാട്ട് ഈസ് യുവർ ഫാദർ നെയിം? മൈ ഫാദർ നെയിം ഈസ് അജ്മൽ. പിന്നെ ഈ ജേണൽ ചെയ്യോ? ഞാൻ ജേണൽ ചെയ്യൂട്ടോ. ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേക്ക്, എൻ്റെ 11th ബർത്ത്ഡേക്ക് ഉമ്മും പപ്പയ്ക്ക് ജേണൽ സെറ്റ്, ഞാൻ കുറേ ആയി പറഞ്ഞിട്ട് ജേണൽ സെറ്റ് വേണം എന്നറിയാം. അപ്പോൾ ഇമ്മും പപ്പൻ്റെ ഒരു 11th ബർത്ത്ഡേക്ക് എനിക്ക് ജേണൽ സെറ്റ് ആണ് വാങ്ങി തന്നത്. അപ്പോൾ ഞാൻ ചെയ്യും, മറ്റേ വിൻറ്റേജ് ടൈപ്പാട്ടോ.
അപ്പോൾ എൻ്റെ ജേർണൽസൊക്കെ ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ വെക്കേഷനായിട്ട് ഞാൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ശരിക്കും മടിയാണ് കേട്ടോ. മടിയെന്ന് പറഞ്ഞാൽ മടിയാണ്. കളിക്കാൻ പോവുക, തിന്നുക, ഉറങ്ങുക, അതുള്ളൂ പണി. വെക്കേഷനായിട്ട് ട്രിപ്പൊക്കെ പോവാനുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ലിപ് ഗ്ലോസ് യൂസ് ചെയ്യോ? ഇത് ലിപ് ഗ്ലോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ലിപ് ഗ്ലോസ്. ചെറി കോള എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. മാഴ്സിൻ്റെ കേട്ടോ. നല്ല ഷെയ്ഡാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല മെറൂൺ ഷെയ്ഡാണ്. ഇതിന് കോളല്ലേ, നമ്മൾ കോള, കൊക്കക്കോള, അതിൻ്റെ സ്മെല്ലാണ്. ഞാനത് കുറച്ച് യൂസ് ചെയ്തു, പക്ഷെ അത് ഞാൻ തീർന്നില്ല. അതാണ് ലിപ് ഗ്ലോസ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ പ്ലിക്സിൻ്റെ സൺസ്ക്രീനാണ്. നല്ല അടിപൊളിയാട്ടത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ലോങ് ലാസ്റ്റ് ആണ്, വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഐഷാട്ടൊക്കെ ജനാലിൻ്റെ കൂടെ നോക്കുന്നത് നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ, ചൂടുകാലമാണ് ഗൈസ്, പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ ഇടാതെ ഇറങ്ങല്ലേ. കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് പ്ലിക്സ് കേട്ടോ. ട്രാൻസിഷൻ ആണ് എഡിറ്റ് ചെയ്യുന്ന ആപ്പ്. ഇൻസ്റ്റയിൽ തന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് അതിൽ തന്നെ എഡിറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ അധികം ട്രാൻസിഷൻ എഡിറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. എന്ത് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം ചെയ്യാനാണ്. എനിക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഡൂഡിൽ ആർട്ട്, മംഗാല ആർട്ട്, അങ്ങനത്തെ ആർട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഡാൻസ്, പാട്ട്, അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ലാസ്റ്റത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ലിപ് കോംബോ. ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. ക്ലൗഡ് കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നല്ല ഷെയ്ഡാണ്, പക്ഷെ അത് ഇപ്പം ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. എന്താ വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ടൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇത്. പിന്നെ ലിപ് ഗ്ലോസ് ഞാൻ നേരത്തെ മറന്നുപോയി, ഇതുണ്ട് കേട്ടോ. ഇത് നമ്മൾ മീഷോയിൽ ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ വേറെ തന്നെ വീഡിയോ ഞാൻ എടുക്കട്ടെ. മീഷോയിൽ ഇപ്പം എടുത്ത് കുറച്ച് സംഭവങ്ങൾ ഓർഡർ ചെയ്തതിനു ഞാൻ വീഡിയോ എടുക്കാം. ഇതാണ് എൻ്റെ യൂസ് ചെയ്യുന്ന സബ്ജക്ട്. ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചുണ്ടൊക്കെ പിങ്ക് കളറാവും. എനിക്കിത് പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പൻ്റെ ചെറിയ അനിയത്തി ഓർഡർ ചെയ്തതാണ്. നല്ല പിങ്ക് ഷെയ്ഡ്. ഇതാണ് എൻ്റെ 2 ലിപ് ഗ്ലോസ്. ഞാൻ അധികം യൂസ് ചെയ്യാറുള്ള ഷെയ്ഡ് ഇത് രണ്ടുമാണ്. ഇപ്പം നേരത്തെ യൂസ് ചെയ്തത് ഇതായിരുന്നു. ഇത് എനിക്കധികം ന്യൂഡ് ഷെയ്ഡാണ് ഇഷ്ടം കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്നായി കാണാം. പിന്നെ ഇതും ഇതൊരു പിങ്ക് പ്ലസ് ന്യൂഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഈ ഏറ്റവും ഇഷ്ടം ഇതാണ് ഗൈസ്. ഇത് നല്ല ഇഷ്ടമാണ്. ഇതാണ് ലിപ് കോംബോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പൈസി ഫുഡ് ഇഷ്ടമാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പൈസി ഫുഡാണ് ഗൈസ്. എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് സ്പൈസി ഫുഡ്. വീട്ടിൽ ഒരു മാങ്ങ ഉണ്ട് വിചാരിക്കും, അത് ഒരു ദിവസം പോലും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 10-20 മാങ്ങ ഉപ്പിലിട്ട് വിചാരിക്കും, അത് 2 ദിവസം കൊണ്ട് അത് കാലിയാവും. ഇപ്പം ഉമ്മ മിനിയാന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മുക്കാലും കഴിഞ്ഞ് ഇനി ഒരു ഗാലുണ്ടാവും വലിയ ബനാനയിലിട്ട്. ഞാൻ ഐഷു സ്പൈസി ഫുഡിൻ്റെ ആളാണ്. ഉപ്പുമുളകിട്ട് മാങ്ങ കഴിക്കും, ഉപ്പുമുളകിട്ട് മാങ്ങ കഴിക്കും, ഉപ്പുമുളകിട്ട് ജാമ്പക്ക കഴിക്കും. കഴിക്കാത്ത ഒന്നുമില്ല. മുസമ്പിയില് അങ്ങനെയൊക്കെ ഇട്ട് ഉപ്പുമുളക് ഇട്ട് കഴിക്കും കേട്ടോ. സ്പൈസി ഫുഡൊക്കെ ഇഷ്ടമാണ്. കൊറിയൻ സ്പൈസി നൂഡിൽസ്, മൈ ഫേവറേറ്റ്.
അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തതിന് അടുത്ത ലിങ്ക് ഉണ്ട്, അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറേ എഴുതാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് കയ്യിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെടുത്തു. പിന്നെ 5 ആൾക്കാർ എന്നോട് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ പേര് ഞാൻ പറയാം. ഷഹാദിയ ഹായ്, അൽഫ, സിയ, ഷദ, അസ്മില. അപ്പൊ ഇവർക്കൊക്കെ ഹായ്. അപ്പൊ ഗൈസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്നും വേണം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.